കൊഴുവ തക്കാളി ചാറുകറി വെച്ചാലോ? കൊഴുവയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കൊഴുവ് മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും 2 തക്കാളിയും കുറച്ച് തേങ്ങയും ചെറിയ എടുത്തിട്ടുണ്ട്. തേങ്ങയൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില അതിനകത്ത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പുകൊണ്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ വഴുന്ന റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു കുടംപുളി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പുകൂടി ചേർത്തൊന്ന് തിളപ്പിച്ചൊന്ന് ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവ് കിട്ടോ കൊഴുവയായ കാരണം ഒത്തിരി നേരം ഇരുന്ന് വെന്ത് പോലെ. അതിന് കൊഴുവ വെന്ത് റെഡി ആയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച് തേങ്ങയുടെ ഇട്ടൊന്ന് തിളപ്പിച്ച് വാങ്ങി വയ്ക്കാം. ഇനി കുറച്ച് ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് കടുകുപൊടി പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ കൊഴുവ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്കിൽ കൊഴുവ മേടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.